ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രമുഖ ദ്വീപ് രാഷ്ട്രമാണ് സേഷൽ. സേഷൽസിലേക്ക് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. ഇന്ത്യയും സേഷൽസും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ആ രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷത്തിലും മുഖ്യാതിഥിയാണ് പ്രധാനമന്ത്രി. എന്നാൽ ഈ സന്ദർശനത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ള കൗതുകമുണർത്തുന്ന ഒരു കൂടിക്കാഴ്ച കൂടിയുണ്ട്. ഈ കൂടിക്കാഴ്ച ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി മാറിയിരിക്കുകയാണ്. 1832 ജനിച്ച ജോനാഥൻ എന്ന വ്യക്തിയുമായി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയുണ്ടാകും. ജോനാഥൻ എന്നത് ഒരു ആമയാണ്. ടെലിഫോൺ ബൾബ്, തപാൽ സ്റ്റാമ്പ് തുടങ്ങിയവ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു ആമ. 1882 മുതൽ സെന്റ് ഹെലീന ദ്വീപിലാണ് ഈ ആമയുടെ താമസം. സീഷൽസിൽ നിന്നാണ് 50 വയസ്സുള്ളപ്പോഴായി ഈ ആമയെ ഇവിടെ കൊണ്ടുവന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം കരയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള ജീവിയായ ഖ്യാതി ജോനാഥന് സ്വന്തമാണ്. വാഴപ്പഴം, ക്യാരറ്റ്, ലെറ്റ്യൂസ് തുടങ്ങിയ ഭക്ഷണങ്ങൾ ഇഷ്ടമായ ജോനാഥൻ ഇപ്പോഴും ആരോഗ്യവാനാണ്. 182 കിലോ ഭാരം. കാഴ്ചയും ഗന്ധബോധവും കുറവായി എങ്കിലും ശക്തമായ ഉത്സാഹത്തോടെയാണ് ജീവിതം. 40 അമേരിക്കൻ പ്രസിഡന്റുമാരെ കണ്ടിട്ടുണ്ട്. 2 ലോക മഹായുദ്ധങ്ങൾ കടന്നുപോയി. ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് ജോനാഥൻ. ഏതാണ്ട് 194 വർഷത്തോളം പ്രായമുണ്ടെന്ന് കരുതപ്പെടുന്ന ജോനാഥൻ എന്ന ഈ ഭീമൻ ആൽമ സേഷൽസ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻസിലാണ് ജീവിക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി അവിടെ നടക്കുന്ന പ്രത്യേക വൃക്ഷത്തൈ നടീൽ ചടങ്ങിലും പങ്കാളിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ജൈവ വൈവിധ്യ സംരക്ഷണവും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള സംയുക്ത നീക്കങ്ങളും ഊട്ടിയുറപ്പിക്കുന്നതിന്റെ പ്രതീകമായാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സേഷൽസ് ഭാരതത്തിന്റെ വളരെ തന്ത്രപ്രധാനമായ ഒരു സമുദ്ര അയൽ രാജ്യമാണെന്നും ആഗോള ദക്ഷിണ മേഖലയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കാളിയാണ് എന്നും സന്ദർശനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിട്ടുണ്ട്. എല്ലാ വിദേശ സന്ദർശനങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാഴ്ച ആ രാജ്യങ്ങളിൽ ഉണ്ടാകും. ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തത, അല്ലെങ്കിൽ അവിടുത്തെ പരമോന്നത പുരസ്കാരം ലഭിക്കുന്നതിലുള്ള ഒരു പ്രത്യേകത, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ വിദേശ സന്ദർശനത്തിലും അദ്ദേഹത്തെ കാത്തിരിക്കാറുണ്ട്. അത് വാർത്തകളും ആകാറുണ്ട്. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന്റെ ഈ സേഷ്യൽസ് യാത്രയിൽ ലോകം മുഴുവൻ, ഒരുപക്ഷെ ഭാരതം മുഴുവൻ കാത്തിരിക്കുന്നത് അദ്ദേഹം ആ ആമയുമായി നടത്തുന്ന ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ എത്തുന്നതിലേക്കായിരിക്കും. തന്റെ സുഹൃത്തു കൂടിയായ സേഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി വിപുലമായ ഉഭയകക്ഷി ചർച്ചകൾ നടത്താൻ താൻ കാത്തിരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. സമുദ്ര സുരക്ഷ, ബ്ലൂ ഇക്കണോമി, കാലാവസ്ഥാ വ്യതിയാനം, പ്രതിരോധം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വിപുലീകരിക്കുന്നതിനാണ് ഉഭയകക്ഷി ചർച്ചകളിൽ മുൻഗണന നൽകുക. സന്ദർശനത്തിന്റെ ഭാഗമായി സേഷൽസ് കോസ്റ്റ് ഗാർഡ് ബേസിൽ നടക്കുന്ന പ്രത്യേക പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യയും സേഷൽസും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു പ്രത്യേക സംഘവും ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും സേഷൽസിന്റെ ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻപ് 2015 നരേന്ദ്രമോദി അവസാനമായി സേഷൽസ് സന്ദർശിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.